ആരാണെന്ന് ഔട്ടാകുന്നത്? ലക്ഷ്മിയും അക്ബറും ആണോ? പ്രൊമോയിൽ നടക്കുന്ന നാടകീയ സംഭവം എന്ത്? ഈ മെത്തേഡിലൂടെ ഔട്ടാകുന്നത് ലക്ഷ്മിയാണോ അതോ ട്വിസ്റ്റുകൾ സംഭവിക്കുമോ? ഒരു ടിക്കറ്റ് ഫിനാലയുടെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. ആരാകും ഈ ടിക്കറ്റ് ഫിനാലയിൽ ജയിക്കുക? ആരിന് കിട്ടാൻ പോകുന്ന സൂപ്പർ പവർ എന്ത്? ഫുഡിൻ്റെ കാര്യത്തിൽ അനുവിനെ വിമർശിക്കുന്ന ഒരു പ്രൊമോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എല്ലാം പറയാം. ഡേ 78 എവിക്ഷൻ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ടിക്കറ്റ് ഫിനാലയുടെ പ്രൊമോയെ കുറിച്ച് പറയാം. ടിക്കറ്റ് ഫിനാലയുടെ പ്രൊമോയിൽ പ്രകാരമാണ് പറയുന്നത്. ലാലേട്ടൻ വരുന്നു, എന്നിട്ട് പറയുന്നു ഇന്ന് ഒരു പുതിയ തുടക്കമാണ്, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടിക്കറ്റ് ഫിനാലെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് മുതൽ ടിക്കറ്റ് ഫിനാലിലേക്ക് തുടങ്ങി വയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആക്ടിവിറ്റി ഏരിയ ആണ്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു നീണ്ട പാലം, എല്ലാ മത്സരാർത്ഥികളും അവിടെ പോയി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു നീണ്ട പാലമുണ്ട്. ആ പാലത്തൂടെ കയ്യിലൊരു ടെന്നീസ് ബാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടെന്നീസ് ബോൾ ആ ബാറ്റിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് അപ്പോഴത്തെ ഒരു പോഡിയം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിക്ഷേപിക്കുക. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഗെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗെയിമിനകത്ത് ഒരാൾ ജയിക്കുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഈ ടിക്കറ്റ് ഫിനാലെ ഈ വീക്ക് മുതൽ തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഗെയിം മെത്തേഡ് ഇങ്ങനെയായിരിക്കും. അതായത് ടെന്നീസ് ബാറ്റ് ഉപയോഗിച്ച് ഈ ബോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്പുറത്തെ ഒരു പോഡിയം വെച്ചിട്ടുണ്ട്. ആ പോഡിയത്തിന് നേരെയാണ് നമ്മൾ പോകേണ്ടത്, ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഈ ബോൾ ബാലൻസ് തെറ്റിയിട്ട് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാൻ പാടില്ല. അപ്പുറത്തേക്കും പോകാൻ പാടില്ല, ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഔട്ടാകും. അതായിരിക്കും ഒരു പക്ഷേ കൊടുക്കുന്നത്. അപ്പോൾ ആൾ ഈ ഗെയിമിൽ ഔട്ടാകും എന്നുള്ളതായിരിക്കും കൊടുക്കുന്നത്. അറിയില്ല, പലരുടെ കയ്യിൽ നിന്നും ബോൾ പോകുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ സാബുവാൻ്റെ കയ്യിൽ നിന്നൊക്കെ ബോൾ പോകുന്നുണ്ട്. ആ പോഡിയത്തിൽ നിക്ഷേപിക്കാൻ പോകുന്ന സമയത്ത് സാബുവാൻ്റെ കയ്യിൽ നിന്നൊക്കെ ബോൾ പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ പ്രൊമോനകത്തുള്ളത്. ഇനി കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടിക്കറ്റ് ഫിനാലെ തുടങ്ങുവാണല്ലോ. അപ്പോൾ 78 ദിവസം മുതൽ 84 ദിവസം വരെ, അതായത് 6 ദിവസം നീണ്ടു നിൽക്കുന്ന വീക്കാണ് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത്. ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത് 78 ദിവസം മുതൽ 84 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വീക്കാണ്. അപ്പോൾ ഇതിനകത്ത് 10 മത്സരങ്ങളാണ് ഉണ്ടാവുക. ഇതിനകത്ത് 10 മത്സരങ്ങളാണ്. നമ്മുടെ വീക്കിലി ടാസ്ക് പോലെ തന്നെ അങ്ങനത്തെ ടാസ്കുകളായിരിക്കും. അപ്പോൾ ഒരാഴ്ചയാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ 78 ദിവസം മുതൽ 84 ദിവസം വരെ 10 മത്സരങ്ങളാണ് നടക്കുക. ഈ 10 മത്സരത്തിലും ഓരോ മത്സരത്തിലും വിജയിച്ച് 10ാമത്തെ മത്സരത്തിൽ വിജയിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് ആർക്കാണോ ആ വ്യക്തിയായിരിക്കും ഡയറക്റ്റ് ടിക്കറ്റ് ടു ഫിനാലെ, അതായത് ഡയറക്റ്റ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ട് ആകുന്നത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത്, അതായത് ഈ 10ാമത്തെ ദിവസം ആർക്കാണോ കൂടുതൽ പോയിന്റ്, അതായത് 10ാമത്തെ ദിവസം ഒരു ടാസ്ക് നടക്കും. ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരാളായിരിക്കും ഗ്രാൻഡ് ഫിനാലേക്ക് നേരിട്ട് സെലക്ട് ആവുക. അതാണ് നടക്കുന്നത്. ഈ ടിക്കറ്റ് ഫിനാലെ നടക്കുന്ന സമയത്ത് 10 പോയിന്റ് വെച്ചാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഓരോ മത്സരത്തിനും 10 പോയിന്റ് വെച്ചാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഒരാൾ വിജയിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വയ്ക്കുക. 78 ദിവസം മുതൽ 84 ദിവസം വരെ നടക്കുന്ന ടാസ്ക്കാണ് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത്. അതിനകത്ത് 10 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ 10 മത്സരത്തിന് വിജയിച്ച് കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾ നേരിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകും. ഇനി ആരുടെ കിട്ടാൻ പോകുന്ന സൂപ്പർ പവർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഒരു സൂപ്പർ പവർ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഈ ടിക്കറ്റ് ഫിനാലെ നടക്കുവാണല്ലോ, അപ്പോൾ ഇതിന്ന് ഒരാളെ പുറത്താക്കാനുള്ള ഒരു പവർ ആരിന് കൊടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് കൂടുതൽ കൊടുക്കുമായിരിക്കാം. അങ്ങനെയും സംഭവിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, ഇനി രണ്ടാമത് പുറത്തു വന്ന പ്രൊമോനകത്ത് നമ്മുടെ അനുമോളെ ഫുഡിൻ്റെ കാര്യത്തിൽ വിമർശിക്കുന്ന ഹൗസ് മേറ്റ്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. ആ പ്രൊമോയിൽ പ്രകാരമാണ് പറയുന്നത്. ലാലേട്ടൻ വരുന്നു, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുമോൾ ഇവിടെ രാത്രി ഭക്ഷണം ഉണ്ടാക്കുകയോ എന്തൊക്കെയോ വഴക്ക് ആയിരുന്നു. അപ്പോൾ അനു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ പറയുന്നു, ഷാനവാസിനോടാണ് ചോദിക്കുന്നത്, ഷാനവാസ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ ഷാനവാസ്, ഒരിക്കലുമല്ല, ഈ കോമൺ ആയിട്ടുള്ള സാധനം കടലമാവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, ആ കടലമാവ് കോമണല്ല എന്ന് പറഞ്ഞു, അത് കോമൺ അല്ല. അപ്പോൾ അനു പറയുന്നുണ്ട്, അങ്ങനെയല്ല ലാലേട്ട. അപ്പോൾ പിന്നീട് ആദിൽ പറയുന്നതാണ് കാണിക്കുന്നത്, അനുമോൾ ഒരു ദിവസം ഫുഡിൻ്റെ കാര്യത്തിന് പല ആൾക്കാരോടും പലതരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
അതെനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് അതിൽ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു രാവിലെ ഒരു നിലപാട് ഉച്ചയ്ക്ക് ഒരു നിലപാട് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് നെവിൻ പറയുന്നതാണ് കാണിക്കുന്നത്, വല്ലാത്തൊരു നന്മ മരം പൂത്ത് അവിടെ ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുക. അപ്പോൾ ലാലേട്ടൻ, ഞാൻ എന്തൊക്കെയോ കൊടുത്തയക്കാൻ പ്ലാൻ ചെയ്തതാണ്, ഇനിയൊന്നും തരുന്നില്ല അനുമോൾ. അപ്പോൾ ഇതാണ് പ്രൊമോയ്ക്കകത്തുള്ളത്. അപ്പോൾ അനുമോൾ ആകെ തകർന്ന് തരിപ്പണായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ തകർന്ന് തരിപ്പണായിട്ട് പാളീസായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതാണ് പ്രൊമോനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി അത് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവം മനസ്സിലാകും. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ വിഷയത്തിനാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അനുമോൾ അവിടെ വിഷയം ഉണ്ടാക്കാറുണ്ടല്ലോ, ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഒരു എവിക്ഷൻ്റെ പ്രൊമോ കൂടി ഇന്നലെ രാത്രി പുറത്തു വന്നിരുന്നു. അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്, ലാലേട്ടൻ വരുന്നു, എന്നിട്ട് പറയുന്നു അക്ബർ ആൻഡ് ലക്ഷ്മി ആരായിരിക്കും എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അക്ബറും ലക്ഷ്മി എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുന്നത് അത് സംഭവിക്കട്ടെ. അതിനുശേഷം അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മെയിൻ ഗേറ്റ് ഇങ്ങനെ തുറക്കുന്നു കാണിക്കുന്നു. 2 കാറുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു. പിന്നീട് ബിഗ് ബോസ് പറയുന്നു ഈ കാറുകളിൽ കയറി പോകുന്ന നിങ്ങളിൽ ഒരാൾ മാത്രം ഇവിടേക്ക് തിരിച്ചു വരും, മറ്റൊരാൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായി വിട പറയും എന്നാണ് പറയുന്നത്. പിന്നീട് മെയിൻ ഗേറ്റ് വഴി 2 കാറുകളും ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. ഇവരെ കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവരെ കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് കാറിൽ കയറ്റിയിട്ട്. ഇവിടെ നടക്കാൻ പോകുന്ന നാടകീയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കണ്ണ് കെട്ടിയാണല്ലോ കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്ന് ഒരാളാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ആയിരിക്കാം. പുറത്തേക്ക് പോകുന്ന ഒരാൾ ലക്ഷ്മിയാണ് പുറത്തേക്ക് പോകുന്നത്, അക്ബർ ആയിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെയാണ്. അതായത് ഈ ഒരു മെത്തേഡിലൂടെ ലക്ഷ്മിയാണ് പുറത്തേക്ക് പോകുന്നത്, എവിക്റ്റായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുന്നത് അക്ബറാണ്. ഓക്കെ, ഇതാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ലക്ഷ്മി നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് പോകും, അക്ബർ നേരെ തിരിച്ച് എവിടെ വരും, ബിഗ് ബോസ് വീട്ടിൽ വരും. ഇതാണ് നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ നടക്കാം, ചിലപ്പോൾ ലക്ഷ്മി പോയി കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ അക്ബർ വരുന്നത്, ചിലപ്പോൾ അതിന് മുന്നേ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ബിഗ് ബോസ് പറയും നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ മെയിൻ ഗേറ്റ് തുറക്കുന്നു, ആ പോയ കാർ തിരിച്ചു വരുന്നു, അതിനകത്ത് അക്ബർ ഉണ്ടാകും. ഇങ്ങനെയും നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്കത് കാത്തിരിക്കാം. എന്തായാലും ലക്ഷ്മിയാണ് ഈ ആഴ്ച എവിക്റ്റായിട്ട് പോകുന്നത്, അക്ബർ അല്ല. സിംഗിൾ എവിക്ഷനാണ്, ഡബിൾ എവിക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സ് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.